പണ്ടൊക്കെ ഈ പ്രവചന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആഴ്ചയിലും ഇടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രതികരണം കുറവായിട്ട് പിന്നെ അത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ആക്കി. അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പിട്ട ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് ഈ ഇന്ത്യ മുഴുവൻ ഈ ആ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ശിരൂരിലെ ആ മണ്ണിടിച്ചിലും എല്ലാം ഉണ്ടായത്. ശിരൂരിൽ മാത്രമല്ല മണ്ണിടിഞ്ഞത്, ലോകം മുഴുവൻ ഇടിഞ്ഞു മണ്ണ്. അപ്പോൾ അതിനകത്ത് വലിയ പ്രവചനമൊന്നും പറഞ്ഞില്ലെങ്കിലും അറിയാമായിരുന്നു ഇങ്ങനെ കുച്ചനുമായിട്ട് അല്ലെങ്കിൽ ഈ ശനി എവിടെയുണ്ടോ അവിടെ ഇപ്പോൾ സംഭവിക്കാന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങളെ, പിന്നാണെങ്കിൽ ഈ പഴയ കെട്ടിടങ്ങളെ, അത് കഴിഞ്ഞിട്ട് ഈ മണ്ണ് കുജനും അതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മണ്ണിടിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുക. ഇവിടെ ഇപ്പോൾ രാഹുവും കൂടെ ചേർന്നുകൊണ്ട് അത് വിഷമയമായ കാര്യങ്ങളും അങ്ങനെയുള്ളതും നമ്മൾ ഭയക്കണം. ഇതൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് അന്ന് എനിക്ക് പ്രാർത്ഥന ഇടാൻ പറ്റുകയില്ല മഴ കുറയ്ക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴയില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ പിന്നെ ഇവിടെ ഒട്ടും മഴയില്ലാതാവും, വെള്ളമില്ലാതാവും. അപ്പോൾ അത് നേരത്തെയുള്ള വീഡിയോ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണേ. ആ മഴ കൂടുതലുള്ളവർ അതൊന്ന് കണ്ടാൽ മതി, അതിനകത്ത് പാടി വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ മതി, മഴ കുറയുമെന്ന് പറഞ്ഞിട്ട് ആരും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ എല്ലാവരും ദൈവമുണ്ടോ, ദൈവം എന്തെടുക്കുകയാണ്, ദൈവം എന്തുകൊണ്ട് നോക്കില്ല, ഇതൊക്കെ പറഞ്ഞാൽ ദൈവമാണ് ഇതൊക്കെ മനുഷ്യന് ഈ അറിവ് തരുന്നത്. ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഈ അറിവ് തരുന്നത് ദൈവമാണ്. നമുക്ക് ചൊവ്വയിൽ പോയി ചൊവ്വയിൽ എന്താണുള്ളതെന്നൊന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ചൊവ്വ കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തുവാന്ന് കണ്ടുപിടിക്കാൻ, അതൊക്കെ ദൈവം തരുന്ന അറിവുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ശാസ്ത്രലോകത്ത് കണ്ടുപിടിച്ച അറിവുകൾ പോലും ആക്സിഡൻ്റലായിട്ട് കണ്ടുപിടിച്ചതാണ് ഒരു 80%. ഈ ജൂൺ മാസത്തിൽ വലിയ പ്രളയം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അത് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നില്ലേ. തീരെ അങ്ങ് ദൈവാധീനമില്ലാത്ത സമയദോഷം വരുമ്പോഴേ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഫലിക്കാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഫലിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിനായാലും ദേഷ്യം വരുന്നത്. പക്ഷെ നിസ്വാർത്ഥമായ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കും. ആ രണ്ടാഴ്ച മുമ്പിട്ട ആ പ്രവചന വീഡിയോ 165 പേര് കണ്ടു. ആ 165 പേര് വേറെ 165 പേരോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് ഈ വലിയ ആപത്തുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഇനി അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മറ്റന്നാളത്തേക്ക് ഗൃഹസ്ഥിതികൾ ഇങ്ങനെ നോക്കണം. ഒന്ന് പറയുന്നു, നമ്മൾ ഈ ബലിതർപ്പണത്തിനൊക്കെ പോകുന്ന ഈ ജലത്തിൻ്റെ അടുക്കലാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര ആ കടലുമായിട്ടൊക്കെ ദൂരം പാലിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. കാണിച്ചിരിക്കുന്ന നോക്കിയാൽ മനസ്സിലാവും. രാഹുവിൻ്റെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയും 4-ാം ഭാവത്തിലോട്ട്. അത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാവമാണ്, കുടുംബത്തിൻ്റെ ഭാവമാണ്. ആ ഭാവകാരകത്വങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ 2-ാം ഭാവവും കുടുംബസ്ഥാനമാണ്, 4-ാം ഭാവവും നമ്മുടെ വീട്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇപ്പോൾ വീടുകളൊക്കെ നഷ്ടമാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ശനി ദൃഷ്ടി ആ 4-ലോട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഈ മറ്റന്നാളിലൊക്കെ വിഷയോഗം വരികയാണ്, നാളെയും മറ്റന്നാളും. അപ്പോൾ വിഷയോഗം വരുമ്പോഴെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെയൊക്കെ തീവ്രത അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. 2-ാം സ്ഥാനത്ത്, അതായത് ഇടവൻ രാശിയിൽ ഗുരുമംഗള യോഗം എന്ന് പറഞ്ഞാൽ അത് നല്ല യോഗമായിട്ടല്ല. അവിടെ ഗുരുവിന് ഒരു ഏറ്റവും നമുക്ക് നല്ല ഫലങ്ങൾ തരുന്ന ഭാവഗ്രഹമായ കുജനോടൊപ്പമല്ലേ നിൽക്കുന്നത്. അപ്പോഴെന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ആ നല്ല ഫലങ്ങൾ തരാനുള്ള കഴിവ് കുറയുക തന്നെ ചെയ്യും. ഒരനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഗുരുവിന് ഡിഗ്രി ബലം ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് അത്രയും വലിയ അതിതീവ്രമായ സംഭവങ്ങൾ ഉണ്ടാകാതെ കുറച്ച് രക്ഷിക്കും. പക്ഷേ 2-ാം ഭാവത്തിലാണ്, ആ 2-ാം ഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ ബുധനൊപ്പമാണ്, ശനി ദൃഷ്ടിയിലാണ്. ശനി കഠിന പരീക്ഷണം തരുന്ന ഗ്രഹമല്ലേ. അപ്പോൾ അതിൻ്റെ ദൃഷ്ടിയിലുള്ളതിൻ്റെ എല്ലാം ശക്തി അത് കുറയ്ക്കുക ചെയ്യും, തടയുന്ന ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ രാഹുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. രാഹുവും കേതുവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും ആളുകളും സൂക്ഷിച്ചേ മതിയാവൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ശനിയുമായി ബന്ധപ്പെട്ടതും കുജനുമായി ബന്ധപ്പെട്ടതും ശുക്രനുമായി ബന്ധപ്പെട്ടതും എന്ന് പറഞ്ഞാൽ ശുക്രന് ശനിദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എല്ലാം നമ്മൾ സൂക്ഷിക്കണം. ഈ ഗ്രഹസ്ഥിതികൾ നോക്കിയാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകും എല്ലാ ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളുടെ പിടിയിലാണ്. എല്ലാ നല്ല ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളുടെ പിടിയിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക,
നല്ല കാര്യങ്ങൾ പറയുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേയൊക്കെ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു പോകും. അതിന് പകരം ഭഗവാനെ നിന്ദിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ നിന്ദിക്കുക, ഇതൊക്കെ ആകുമ്പോൾ പിന്നെ എങ്ങനെയാ നമ്മൾ തന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ ലോകത്തിന് ഉപയോഗമില്ലാത്ത ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യന് ഉപയോഗം വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ്. അതിനുവേണ്ടി ആണ് ഈ ജ്യോതിഷമുള്ളത്. അതിനെ തന്നെ നിന്ദിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിയുന്നതും അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഈ ഗ്രഹസ്ഥിതികൾ നോക്കിയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് 2 ആഴ്ച മുന്നിട്ട് പഠിക്കാൻ ഇഷ്ടം പോലെ ഇങ്ങ് കിട്ടി. ഇപ്പം ഒരുമാതിരി എന്താണ് ഈ സംഭവിക്കുന്നത് പോലും സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും അറിയാത്ത ഒരു സിറ്റുവേഷനിൽ ഇരിക്കുക. ചെറിയൊരു പള്ളിക്കൂടത്തിൽ പഠിക്കാമെന്നോർത്തപ്പോൾ വലിയ യൂണിവേഴ്സിറ്റി കയറിയ കണക്കായിപ്പോയി. അത്രയ്ക്ക് സംഭവങ്ങളാണ് ഈ 2 ആഴ്ച ഉണ്ടായത്. പിന്നെ സൂക്ഷിക്കാൻ ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് ഈ ഒരു 100 കൊല്ലത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈ വലിയ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് മന്ത്രാലയം എന്ന് പറയുന്ന സ്ഥലത്ത് കർണൂൽ ആന്ധ്രാപ്രദേശിലെ അവിടെ പ്രളയം ഉണ്ടായത് 100 വർഷത്തിൻ്റെ ഗ്യാപ്പിട്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ 2018 ഇങ്ങനെ ഉണ്ടായി. ഇപ്പം ഈ 2024 1924 സമാനമായിട്ടുള്ള സംഭവമാണ് അതേ സ്ഥലത്ത് അതേ മാസത്തിലാണ് സംഭവിച്ചത്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളമായി കേരളത്തിൽ. അപ്പോൾ മഴ കുറഞ്ഞേ പറ്റുകയുള്ളൂ. അല്ല ഇനിയിപ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യമൊക്കെ പറയുന്നില്ലേ, അതൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അന്നേരം നമുക്ക് അതിന് ബദലായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോഴേ ഗവൺമെൻറ് ചിന്തിച്ചേ പറ്റൂ. ദൈവം സാവകാശം തരും. ആ സമയത്ത് നമ്മൾ ചെയ്തിരിക്കണം. ഇതൊരു സിഗ്നൽ മാത്രമാണ്. ഇപ്പോഴേ നമ്മൾ നടപടികൾ തുടങ്ങിയത്. ബദൽ ഡാമുകൾ നിർമ്മിക്കാമല്ലോ അതിൻ്റെ അപ്പുറത്ത്. എന്നിട്ട് ഇതിലെ വെള്ളം പതുക്കെ 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 ഒഴുക്കി വിടാമല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ചുമ്മാതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ ഒന്നും നടക്കുകയില്ല. വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുമെങ്കിലും ചെയ്യാമല്ലോ. അത്രയും ആൾക്കാരുടെ പേടി കുറയുമല്ലോ. ഇതിപ്പോൾ ജ്യോതിഷത്തിൽ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി ഇപ്പോൾ നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. മറ്റ് ഡാമുകൾ വേറുള്ള സ്ഥലത്തൊക്കെ സംഭവിച്ചപ്പോൾ എങ്ങനെയാണ് അതൊക്കെ നോക്കണം. പിന്നെ ഭൂകമ്പത്തിൻ്റെ സാധ്യതകളുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ വലിയ സബ്ജക്റ്റാണ്. ഒരാൾ മാത്രം ഇരുന്നുകൊണ്ടൊന്നും ചെയ്താൽ പറ്റത്തില്ല. അതൊക്കെ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അവിടെ ഇരുന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രവചിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഒത്തിരിയും കാലങ്ങളെടുക്കും. കാലാകാലങ്ങളായിട്ട് പൂജിച്ചു കൊണ്ടിരുന്ന ആൽത്തറകളില്ലേ, ആ ആൽത്തറകൾ പരബ്രഹ്മമൂർത്തികൾ. ഇപ്പോൾ ഓച്ചിറയുണ്ട്, നൂർനാട് പരബ്രഹ്മ, പടനിലം പരബ്രഹ്മ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ഭയങ്കര ശക്തി കേന്ദ്രങ്ങളാണ്. ഇത്രയും വലിയ മലവെള്ളപ്പാച്ചിലിൽ പോലും ഒരു കോട്ടവും തട്ടാതെ നിൽക്കുന്ന ഒരു ആൽമരം അവിടെയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കണ്ടെത്തി അത് നമ്മൾ പൂജിച്ച് ആ ശക്തി നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരാത്തത്ര വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ ഈ വരുന്ന 2 ദിവസങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ വരുന്ന 2 ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പോൾ വീട്ടിലൊക്കെ ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗ്യാസിൻ്റെ മണം വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കറണ്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വെള്ളത്തിൻ്റെ ഇടയ്ക്കൊന്നും അധികം പോകാതിരിക്കുക. ഈ പുക ചോർച്ച ഉണ്ടാകാനുള്ള സന്ദർഭങ്ങളെല്ലാം മാറ്റി നിൽക്കുക. ദേഷ്യം ഇച്ചിരി കുറയ്ക്കുക. കാരണം അമാവാസി വരുന്നു. അപ്പോൾ ദേഷ്യം കൂടും, തർക്കങ്ങൾ കൂടും. അപ്പോൾ ഒന്ന് ശാന്തമാവുക. കഴിയുന്നത്ര പ്രാർത്ഥിക്കുക. യുക്തിവാദി നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അവരൊക്കെ ലോകത്തിന് തന്നെ ഭാരമാണ്. അവരെ കൊണ്ട് ഒന്നിനും കൊള്ളരുത്. അവരുടെ വായെങ്കിലും ഒന്ന് അടച്ചു വെച്ച് കുറച്ച് ദിവസത്തേക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. അവരുടെ ഗ്രഹസ്ഥിതികൾ അങ്ങനെയാണ്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയോ യുക്തിയോ ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ അവർ മനസ്സിലാക്കാനും പ്രയാസമാണ്. അവർക്ക് ലോകത്തിന് തന്നെ ഒരു ഉപകാരമില്ല. എന്നെങ്കിൽ പിന്നെ മിണ്ടാതെ എന്ന് അത്രയെങ്കിലും ഒരു ഉപകാരം അവർ ചെയ്താൽ വളരെ നന്നായിരുന്നു. ഇന്ന കാര്യമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ മേഖലകളിലും കുഴപ്പങ്ങൾ വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഇന്ന കാര്യമെന്നൊന്നും പറയുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഓം നമഃ ശിവായ.